ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ആഷ്ലി. ഞാൻ ഇവിടെ നാട്ടിൽ കൈപ്പുഴ സെൻറ്റ് ജോർജ് ഫൊറോന ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ കാനഡയിലായിരുന്നു. എനിക്ക് കിട്ടിയൊരു വലിയൊരു സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ 2024 ഫെബ്രുവരി 7-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അന്ന് എൻ്റെ ഏറ്റവും വലിയ ആദ്യമായിട്ട് എഴുതിയ എൻ്റെ ആദ്യത്തെ ഉടമ്പടി എനിക്കൊരു കുഞ്ഞിനെ നൽകണേ മാതാവേ എന്നായിരുന്നു. അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ തന്നെ എനിക്കൊരു പെൺകുഞ്ഞിനെയും കൂടെ നൽകണമെന്ന് എഴുതിയിരുന്നു. അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് PCOD പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ നാട്ടിൽ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് 1 വർഷമാകാതെ നിങ്ങളെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കാനഡയിൽ പോയി അവിടെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു. ഇതുപോലെ തന്നെ PCOD ഇഷ്യൂസ് ഉണ്ടായിരുന്നു. 2 മാസം കൂടുമ്പോഴും 3 മാസം കൂടുമ്പോഴൊക്കെയായിരുന്നു പീരിയഡ്സ് ആയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ പ്രകാരം ഞങ്ങൾക്ക് മരുന്ന് തരികയൊക്കെ ചെയ്തിരുന്നു. അത് കഴിച്ചു. എന്നാൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത വെക്കേഷന് വരുന്നതിന് മുന്നേ ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അങ്ങനെ 6 മാസത്തോളം എനിക്ക് പീരിയഡ്സ് ആവാതിരുന്നു കഴിച്ചതിന് ശേഷം. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു നാട്ടിൽ പോയി ഞങ്ങൾ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു ഡോക്ടറെ കാണുകയുണ്ടായി. അങ്ങനെ ഡോക്ടർ ഞങ്ങൾക്ക് മരുന്ന് കഴിക്കുക, കാരണം 1 മാസത്തെ വെക്കേഷന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ IVF ചെയ്യുക എന്നുള്ളത് ആയിരുന്നു ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങൾ IVF അല്ല, വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് മരുന്ന് മാത്രം മേടിക്കാം, അതൊരു 6 മാസം കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞ് തിരിച്ചു വരണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്, കുഞ്ഞുണ്ടായില്ല എങ്കിൽ. അങ്ങനെ ഞങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് പോകുന്നത് ഫെബ്രുവരി 9-ാം തീയതി 2024 അപ്പോൾ 2 ദിവസം മുന്നേ എനിക്ക് ഇവിടെ വരണം. ഞാൻ എല്ലാ തവണ വരുമ്പോഴും ജസ്റ്റ് ഇവിടെ വരാറുണ്ടായിരുന്നു, പക്ഷേ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. അത്തവണ എനിക്ക് ഉടമ്പടി എടുക്കണം, എനിക്കിവിടെ വരണം എന്ന് തോന്നി ഞാൻ ഇവിടെ വരികയും അന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചുപോയി ജസ്റ്റ് ഞാൻ 1 മാസത്തോളം മാത്രം മരുന്ന് കഴിച്ചു. പക്ഷേ എങ്കിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഞാൻ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ അച്ഛൻ്റെ പ്രാർത്ഥന എന്നും കാണുമായിരുന്നു, യൂട്യൂബിൽ കാണുമായിരുന്നു. അങ്ങനെയെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഏപ്രിൽ 15-ാം തീയതി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയുണ്ടായി. അങ്ങനെ പ്രഗ്നൻസി ഇതറിഞ്ഞു. അങ്ങനെ ഡോക്ടറെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് സ്പോട്ടിങ് ബ്ലീഡിങ്ങുമായി. അപ്പോഴെല്ലാം ഞാൻ ഈ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ട്, അതുപോലെ ഉടമ്പടി തൈലവും ഉപ്പും എൻ്റെ കയ്യിലുണ്ട്. എന്നും ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോഴും ഡോക്ടറെ കാണുമ്പോഴും അപ്പം ആദ്യത്തെ സ്കാനിങ് ചെയ്യുമ്പോഴും നമുക്കറിയുന്നത് കുഞ്ഞ് ഓക്കെ ആണോ, അത് കുഞ്ഞിന് ഹൃദയടിപ്പുണ്ടോ, കുഞ്ഞ് ഹെൽത്തി ആണോ എല്ലാം നമുക്കറിയുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ബ്ലീഡിങ് ആയി ഞങ്ങളുടെ ഫാമിലി ഡോക്ടറെ കണ്ടു. ഫാമിലി ഡോക്ടർ ഞങ്ങൾ ER ഹോസ്പിറ്റലിൽ വിട്ട് അങ്ങനെ ഞങ്ങൾ 6 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് അനക്കമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങുമായിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം 3 മാസം കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞേ. അങ്ങനെ 3 മാസം കഴിഞ്ഞു. അടുത്ത 3 മാസം എനിക്ക് ലോ ലൈൻ പ്ലാസൻ്റ ആയിരുന്നു. അതായത് കുഞ്ഞ് പ്ലാസൻ്റയുടെ താഴെ വന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ അതും വളരെ റിസ്ക് പിടിച്ചൊരു കാര്യമായിരുന്നു. ബ്ലീഡിങ്ങിനും അതുപോലെ കുഞ്ഞ് നഷ്ടപ്പെടാനൊക്കെ ഒത്തിരി ചാൻസ് ഉള്ളൊരു കാര്യമായതുകൊണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് ജോലിക്കൊന്നും പോകത്തില്ലായിരുന്നു. അപ്പോൾ ഉള്ള പാർട്ട് ടൈം ജോലി മാത്രം ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ വിശ്വസിച്ച് ഞാൻ എന്നും ഉടമ്പടി തൈലം വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഉപ്പ് ഞാൻ വായിൽ വെച്ച് ഞാൻ കഴിക്കുമായിരുന്നു. അതുപോലെ അവസാനം 3 മാസമായപ്പോൾ അങ്ങനെ സ്കാൻ പോകുമ്പോഴെല്ലാം ഞാൻ ഈ ഉപ്പ് എല്ലാം കൊണ്ടുപോയി അത് പ്രാർത്ഥിക്കും. അതുപോലെ ഞാൻ തൈലം തൂത്തിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം 6 മാസം കഴിഞ്ഞപ്പോഴത്തേനും തീരാറായപ്പോഴത്തേനും കുഞ്ഞിന് ആ പ്രോബ്ലം ഇല്ലാതായി, അത് മാറിക്കിട്ടി. അത് കഴിഞ്ഞ് അവിടുത്തെ 3 മാസമായപ്പോൾ ലാസ്റ്റ് 3 മാസം ഏകദേശം ഇവിടെ ഡേറ്റ് 37 ആഴ്ച 36 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായി ചൊറിച്ചിൽ, എൻ്റെ കൈകളിലും ഉള്ളംകാലിലൊക്കെ ഒരു ചൊറിച്ചിൽ പോലെ വന്നു. അത് 1000-ൽ ഒരാൾക്കൊക്കെ ഉണ്ടാകുന്നൊരു രോഗമായിരുന്നു, കോളിസ്റ്റാസിസ് എന്ന് പറയും. അങ്ങനെ ആ രോഗം കഴിഞ്ഞ് അതുകൊണ്ട് എനിക്ക് അവർ ഇൻഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി 37-ാമത്തെ ആഴ്ച സ്റ്റാർട്ട് ചെയ്തു. അത് ചെയ്യണമെന്ന് പറയും. അങ്ങനെ 37-ാമത്തെ ആഴ്ചയിൽ എനിക്കിത് സ്റ്റാർട്ട് ചെയ്ത് ദൈവാനുഗ്രഹത്താൽ എനിക്കൊരു പെൺകുഞ്ഞിനെ ഡിസംബർ 6-ാം തീയതി 2024 ഡിസംബർ 6-ന് മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഞാൻ ഈ പെൺകുഞ്ഞെന്ന് എടുത്തു പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ 63 വർഷം കൂടിയാണ് ഒരു പെൺകുഞ്ഞുണ്ടാകുന്നത്. അപ്പോൾ മാതാവിനും കൃപാസനം മാതാവിനും 1000 നന്ദി പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. ഇനി എനിക്ക് മമ്മിക്ക് കിട്ടിയ ഒരു അനുഭവം പറയുവാനാണ്. ഞങ്ങൾക്ക് ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് ഞങ്ങൾക്ക് കിട്ടിയത്, ഞങ്ങളുടെ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വാടകയ്ക്ക് കൊടുത്തിട്ട് കഴിഞ്ഞപ്പോൾ അവർ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറിയേല, അവർ വാടകയും തരികയില്ലാതെ വന്നു. അത് കഴിയുമ്പം ഞാനെന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. അവർ കാണാതെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി
ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീട്ടിൽ വന്ന് പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ നിന്നും മാറാം, ഞങ്ങൾക്ക് വേറെ വീട് കിട്ടിയെന്ന് പറഞ്ഞു, വാടക പിന്നീട് തന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടുന്ന് പോയി. പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ വീട് വിറ്റേക്കാമെന്ന് വെച്ചു. വീട് വിറ്റേക്കാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ട് മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2 ആഴ്ചയ്ക്കുള്ളിൽ വീട് വിൽക്കാൻ സാധിച്ചു. ഇത്രയും തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തനം ഇവിടുന്ന് പത്രം മേടിച്ചു കൊണ്ട് കൊടുക്കുമായിരുന്നു, എല്ലായിടത്തും കൊണ്ട് പത്രവിതരണം നടത്തുമായിരുന്നു. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തനങ്ങൾ പറഞ്ഞ് വൃദ്ധസദനത്തിലൊക്കെ പോയി അവിടെ ആഹാരം കൊണ്ട് കൊടുക്കുകയും അവർക്ക് പുതിയതായ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ക്യാൻസർ സെൻ്ററിലൊക്കെ പോയി അവരെ പോയി കാണുകയും അവർക്കും വേണ്ട ആഹാരങ്ങളും വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പ്രാർത്ഥന ആത്മീയ ജീവിതം എന്നും പള്ളിയിലൊക്കെ പോകാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ഒക്കെ സാധിച്ചു. എന്നും സന്ധ്യാപ്രാർത്ഥന കൃത്യം 7 മണിക്ക് തന്നെ പ്രാർത്ഥനകൾ ചെല്ലുവാനും എല്ലാവരോടും കൂടി അങ്ങനെയുള്ള പ്രാർത്ഥനകളില്ലായിരുന്നു. എല്ലാവരും കൂടി ഒന്നിച്ചുള്ള പ്രാർത്ഥനകളൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ സാധിക്കുകയൊക്കെ ചെയ്തു.